കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം യിരെമ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വചനം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഇവിടെ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്ന വചനം ബൈബിളിൽ നമ്മളെ എല്ലാവരെയും വിളിക്കുന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണ്. എന്നെ വിളിക്കുക. കർത്താവ് പറയാ, എന്നെ അല്ലാതെ വേറെ ആരെയും വിളിക്കരുത്. എന്നെ വിളിച്ചാലോ ഞാൻ ഉത്തരം തരുന്ന ദൈവമാണ്. ഒന്ന്, നിന്റെ ബുദ്ധിക്ക് അതീതമായതും, രണ്ട്, മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്ന ദൈവമാണ്. നമ്മൾ ഏത് ആവശ്യത്തിന്റെ നടുവിലാണെങ്കിലും നമ്മൾ മറ്റൊരാളോട് ചോദിക്കുകയോ പറയുന്നതിനേക്കാൾ അധികം കർത്താവിനെ ഒന്ന് വിളിക്കാമോ? എന്റെ യേശുവേ, എന്റെ കർത്താവേ, എന്റെ ആവശ്യത്തിന് നീ കടന്നു വരാൻ മതിയായ ദൈവമാണ്. നീ എന്റെ ആവശ്യത്തിൽ ഇടപെടണമേ എന്ന് പറഞ്ഞാൽ ഇടപെടുന്ന ദൈവമാ. നമ്മുടെ ആവശ്യത്തിന് ഇടപെടാതെ വേറെ ആരുടെ ആവശ്യത്തിന് അവൻ ഇടപെടുന്നത്? നിന്റെ ബുദ്ധിക്ക് അതീതമായവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞവൻ വേറെ ആരുമല്ല. നിനക്ക് ആത്മീയ വെളിപ്പാട് തരുന്ന ഒരു ദൈവമാണ്. ഉത്തരം തരുന്ന ദൈവമാണ്. വെളിപ്പാട് തരുന്ന ദൈവമാണ്. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിന്റെ ആവശ്യങ്ങളിൽ കടന്നു വരുന്ന ദൈവമാണ്. സാമ്പത്തികമായി ഒത്തിരി ഭാരപ്പെട്ട് നിൽക്കുകയാണോ? ബിസിനസ് തകർന്നു കിടക്കുകയാണോ? രോഗത്തിന്റെ അസ്വസ്ഥത കൊണ്ട് കുടുംബം പരാജയത്തിലേക്ക് പോയിരിക്കുകയാണോ? അയൽവാസികളും ബന്ധുക്കളും കൂടപ്പുറപ്പുകാരെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണോ? സ്വന്തം ഭാര്യയോ ഭർത്താവോ തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന സാഹചര്യമാണോ? ഇവിടെ ഓർക്കുക, എന്നെ വിളിക്കുക എന്നാ യേശു പറഞ്ഞത്. യേശുവിനെ വിളിച്ചാലോ അവൻ ഉത്തരം തരും. നിന്റെ പ്രശ്നം ഇവിടെ പരിഹരിക്കും. ദൈവത്തെക്കാൾ അധികം മാറി ആരെയും വിളിക്കാൻ പാടില്ല. കർത്താവിനെ വിളിച്ചാൽ നിനക്ക് ഇന്ന് മറുപടി ഉറപ്പാണ്. നിന്റെ പ്രശ്നത്തിന് ഇന്ന് പരിഹാരം ഉറപ്പാണ്. നിന്റെ കുടുംബം ഇന്ന് അനുഗ്രഹിക്കാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുന്നത് കാണാൻ കഴിയും. വിളിച്ചവരെല്ലാം മാറി ദൈവകൃപയിലേക്ക് വരാൻ ഇടയായിട്ടുണ്ട്. വിളിക്കാനുള്ള ഒരു അഭിഷേകം ഇന്ന് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ അഭിഷേകത്തെ പ്രാപിച്ചുകൊണ്ട് അവനെ വിളിച്ചോണം. കർത്താവേ, നീ എന്റെ ആവശ്യത്തിന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നീ അത്ഭുതം കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ്. നീ അടയാളം കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ്. നീ എന്നും മതിയായ ദൈവമാണ്. നീ ഇവിടെ കടന്നു വന്ന് പ്രവർത്തിക്കുന്ന നിന്റെ പ്രവൃത്തി കണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്ന് പറയുവാൻ ഇടയാകണം. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ആമേൻ.